ദൈവം ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ, ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഓരോ ഓരോ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ദൈവം ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ സംബന്ധിച്ച് അവന് കൊടിയ പീഡനങ്ങൾ കൊടുക്കും. ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ കൂടി സഹിച്ച് ക്രിസ്തു തന്നെ മരിക്കുന്നത് അങ്ങനെയാണ്. കൊടിയ പീഡനം അനുഭവിച്ച് പീഡനത്തിലൂടെയാണ് മരിക്കുന്നത്. അത് മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് എന്ന് ബൈബിള് പഠിപ്പിക്കുന്നത്. അപ്പോൾ അതേപോലെ ഏറ്റവും കൊടിയ പീഡനത്തിലൂടെ പോയെങ്കിൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ എന്നുള്ളൊരു വിശ്വാസം അത് മനസ്സിലുണ്ട്. അപ്പോൾ ഈ പീഡനങ്ങളൊന്നും അല്ല, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുകൾ വരും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരളവെടുത്ത് വേറൊരാൾ വിളിച്ച് അവർക്ക് അപ്പോയിൻമെൻ്റ് എന്ന് പറഞ്ഞാൽ 9:50 അവിടെ എത്തണം. 10 മിനിറ്റ് കഴിഞ്ഞ് ഞങ്ങൾ പോകും. രണ്ടുപേരും എൻജിനീയേഴ്സാണ്, എറണാകുളത്തിന് പോകുന്ന ആൾക്കാരാണ്. ശരി അപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് വണ്ടി ഞാനൊന്ന് ഫാസ്റ്റാക്കിയപ്പോൾ ഒരു ഓട്ടോറിക്ഷ വന്ന് തട്ടി, ഞാൻ വീണു. അങ്ങനെയാണ് കയ്യിൽ ഇതായത്, വീണു. അപ്പോൾ എനിക്ക് അവിടെ എത്താൻ പറ്റിയില്ല. ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ വിളിച്ചു കഴിഞ്ഞ് ഞാൻ എന്നെ ഹോസ്പിറ്റലിൽ കുഴപ്പമില്ല. അപ്പോൾ അവർക്ക് കാരണം മനസ്സിലാക്കിയപ്പോൾ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അവർ പിന്നെ ഷോപ്പിൽ വന്നു. കൺഫേം ആയി. ഒരു വർക്ക് നമുക്ക് കൺഫേം ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇത് വന്നു കഴിഞ്ഞപ്പോൾ അവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അവർക്ക് എന്നെ അറിയാവുന്നതിൻ്റെ പേരിൽ അവർ ഫാമിലി, ഇപ്പോൾ ഓരോ ഫാമിലി ഡോക്ടർ എന്ന് പറയുന്ന രീതിയിൽ അവർ ഫാമിലി കർട്ടൻ വർക്കറാണ് ഞാൻ. ഒരു ഫാമിലീസിലെ എല്ലാ വർക്കുകളും ഞാൻ രണ്ടുപേരും അവരിവിടെ വന്ന് വർക്ക് കൺഫേം ആയി. അപ്പോൾ നമുക്ക് ഈ ഒരു വർക്ക് കൺഫേം ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരും. കാരണം കോമ്പറ്റീഷൻ ഫീൽഡാണ്. സാധാരണഗതിയിൽ എല്ലാവർക്കും ഒരു അസോസിയേഷനുണ്ട്. ഈ ഒരു വർക്കിനെ സംബന്ധിച്ച് അസോസിയേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഞാനൊരു വർക്ക് ചെയ്യാണ്, ഞാൻ 100 രൂപ എന്ന് പറയുമ്പോൾ ഇതേ സെയിം വർക്ക് വേറൊരാൾ പറയും ഞാൻ 50 രൂപയ്ക്ക് ചെയ്യാമെന്ന് പറയുമ്പോൾ കസ്റ്റമേഴ്സ് അങ്ങോട്ട് നോക്കും. അവരവരുടെ ആ പൈസ ലാഭം മാത്രം നോക്കും. അതിൻ്റെ ഗുണത്തിനെ പറ്റിയിട്ട് അവർക്ക് അറിയേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ പറയാറുണ്ട്, അപ്പോൾ നിങ്ങളെന്താ ഇത്ര ചാർജ് പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ പ്രൊഫഷണലായിട്ട് ചെയ്യുന്നതാണ്. പ്രൊഫഷണലായിട്ട് കുറച്ച് പഠിച്ചു. ഞാൻ ഈ വർക്ക് ചെയ്യുമ്പോൾ ഇൻറ്റീരിയർ ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ പ്രൊഫഷണലായിട്ട് കുറച്ച് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു ലൊക്കേഷൻ കണ്ട് അതിന് എന്ത് ചെയ്യണം, അവിടെ ഏത് മോഡൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെന്നിട്ട് ഓരോ സജഷൻ കൊടുക്കും. ആ സജഷൻ കൊടുക്കുന്ന അനുസരിച്ച് ആ കസ്റ്റമേഴ്സ് അവരുടെ ആ ടേസ്റ്റും ഞാൻ പറയുന്നതും കൂടിയിട്ട് ജോയിൻ്റ് ആകുകയാണെങ്കിൽ അത് കൺഫേം ആയി. അപ്പോൾ മാക്സിമം നമ്മൾ എന്താ പറയുക, ഒരു സൈക്കോളജിക്കലായിട്ട് തന്നെ വരേണ്ടതായിട്ട് വരും. കാരണം അവരുടെ ആ ടേസ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. കൂടുതൽ സ്ത്രീകൾക്കാണ്. ആണുങ്ങളെ സംബന്ധിച്ച് അവർക്കൊരു പ്രത്യേക അഭിപ്രായങ്ങളില്ല. വീട് എങ്ങനെ മോടി പിടിപ്പിക്കാം എന്നുള്ള, ഇപ്പോൾ ഒരു ലക്ഷക്കണക്കിനും കോടിക്കണക്കിന് രൂപ ഇപ്പോൾ അടുത്തൊരു വീടിൻ്റെ വർക്കെടുത്ത് 2300 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വർക്കാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഡിസൈൻ കംപ്ലീറ്റ് ഒരു ലണ്ടൻ മോഡലുള്ളൊരു വീടാണ്, സ്ക്വയർ ടൈപ്പിലുള്ളത്. അപ്പോൾ അതിലെന്തൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ എന്നെ വിളിച്ചു. എൻ്റെ ഒരു സുഹൃത്താണ്. അയാളിപ്പോൾ ചെയ്യാൻ പോകുന്ന 2,50,000 റുപ്പീസിൻ്റെ വർക്കാണ് അയാൾ. നമ്മുടെ നാട്ടിൽ അയാളും സാധാരണഗതിക്കാരനാണ്. അപ്പോൾ അത്രയും ഭീമമായിട്ടുള്ള തുക മുടക്കി ഈ നാട്ടിനെ സംബന്ധിച്ച് ചെയ്യുമ്പോൾ അവർക്ക് കുറച്ച് അതിൽ നിന്ന് ഒന്നും തന്നെ കിട്ടുന്നില്ല. ഇത് ഈ കർട്ടൻ നമ്മൾ വീടിനെ കുറച്ച് മോടി പിടിപ്പിക്കുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഗിവിങ് ഔട്ട് ഓഫ് ദി സാറ്റിസ്ഫാക്ഷൻ, അല്ലാതെ നമുക്ക് വേറെ ഒന്നും അതിൽ നിന്ന് ലഭിക്കുന്നില്ല. പിന്നെ മറ്റുള്ളവരുടെ പ്രശംസ. നമ്മളിത് മുടക്കിക്കൊണ്ട് ഡെഡ് മണിയാണ്. എത്ര രൂപ മുടക്കിയാലും എന്ത് തന്നെ എക്സാമ്പിൾ പറഞ്ഞാൽ ഇന്ന് നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ദൈവം ഇത്രയും ഒരു പല ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുകൾ തന്നാലും ഇന്ന് ആ പ്രൊഫഷണലിസം നിലനിർത്തിക്കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന തൊഴിലുണ്ടല്ലോ, തീർച്ചയായിട്ടും അത് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ നല്ല പേര് മാത്രമല്ല നിങ്ങൾക്കായിട്ട് ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ടാക്കും. എന്തായിരുന്നാലും എനിക്ക് ഈ എപ്പിസോഡ് തീർക്കാൻ തന്നെ വലിയ മനസ്സില്ല. ബിക്കോസ് ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തുനിന്ന് ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. പക്ഷേ നമുക്ക് സമയം പരിമിതി ഉള്ളതുകൊണ്ട് ഞാനിവിടെ നിർത്താൻ പോവുകയാണ്. എന്തായിരുന്നാലും ഇത്രയും നേരം ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾ കണക്കില്ല എന്ന് തന്നെ ഞാൻ പറയും. അത്രയും കഷ്ടപ്പാട് അനുഭവിച്ചു കൊണ്ടും നിങ്ങൾ പക്ഷേ ഇന്നേ വരെ മനസ്സ് തളരാതെ നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ള ആ ഒരു കോൺഫിഡൻസ്, അതാണ് നിങ്ങൾ ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്തിരിക്കുന്നത്. എന്തായിരുന്നാലും നിങ്ങളുടെ നെക്സ്റ്റ് ഇനിയുള്ള കാലങ്ങൾ നല്ലതായിട്ട് അമയട്ടെ, അല്ലെങ്കിൽ നല്ലതായി വരട്ടെ. ഇപ്പോഴും നന്നായി തന്നെ ഇരിക്കട്ടെ. ഇനിയും മാനസികമായിട്ട് ഏതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നല്ല രീതിയിൽ ജീവിതം നൽകട്ടെ എന്ന് ദൈവം അതിന് നിങ്ങൾക്ക് അനുഗ്രഹം തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. സോ വ്യൂവേഴ്സ്, ഇന്നത്തെ എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നത്തെ എപ്പിസോഡ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ബിക്കോസ് ഇന്ന് നമ്മൾ കാണുന്ന ഈ ജനറേഷനിൽ അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഒത്തിരി സൂസൈഡ് കാണാറുണ്ട്. എന്തുകൊണ്ടാണ് ഈ ആത്മഹത്യ നടക്കുന്നത്? ബിക്കോസ് ഓഫ് ദ ഡിപ്രഷൻ ലെവൽ എന്ന് പറയുമ്പോൾ നിസ്സാര കാര്യമായിരിക്കും, അവരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് അല്ലെങ്കിൽ ജീവിതത്തിൽ ഫെയിൽ ആവുമ്പോൾ ആ വരുന്ന നിസ്സഹായ അവസ്ഥയാണ് അവർ ആത്മഹത്യക്ക് കൊണ്ടു ചെല്ലുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ കണ്ട മനുഷ്യൻ ജീവിതത്തിൽ ശരിക്കും ഒരു മനുഷ്യനെ കൊണ്ടല്ല, ഒരു 10 പേര് 20 പേര് അനുഭവിക്കേണ്ട മാനസിക ബുദ്ധിമുട്ടുകളാണ് ഈ ഒരു മനുഷ്യൻ അനുഭവിച്ചിരിക്കുന്നത്. ആ ഒരു മനുഷ്യന്റെ മനസ്സിൽ
ആ കോൺഫിഡൻസ്, അല്ലെങ്കിൽ ആ ദൈവത്തിനോടുള്ള ഒരു വിശ്വാസം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മുകളിലുള്ള അദ്ദേഹത്തിന്റെ വിശ്വാസം, അതാണ് അദ്ദേഹത്തിനെ ഇന്ന് ഈ നിലയ്ക്ക് കൊണ്ടു ചെന്നിരിക്കുന്നത്. എന്തായിരുന്നാലും ഇത്രയും നല്ല എപ്പിസോഡ് കാണുമ്പോൾ ദയവ് ചെയ്ത് അവർ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ കുറച്ച് ശ്രമിച്ചു നോക്കാം. തീർച്ചയായും ജീവിതത്തിൽ ഒരു നല്ലൊരു ചേഞ്ച് ഉണ്ടാവും. എനിവേസ്, വീണ്ടും നല്ല എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങളെ മീറ്റ് ചെയ്യുന്നതായിരിക്കും. അൻടിൽ ദെൻ ഇറ്റ്സ് മീ സ്മിത. ബൈ.